ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ബ്ലസ് 364 ഒരു ഞായറാഴ്ച എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജൂലൈ 27 ഞായർ, കൈത്താക്കാലത്തിൻ്റെ 1-ാം ഞായർ, 12 ശ്ലീഹന്മാരുടെ തിരുനാൾ ദിവസം. ഇന്ന് പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങൾ: 1-ാം വായന 1 രാജാക്കന്മാർ 18-ാം അധ്യായം 30 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. 2-ാം വായന ശ്ലീഹന്മാരുടെ നടപടി പുസ്തകം, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം 1 കോറിന്തോസ് 1-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷം ലൂക്കാ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അപ്പസ്തോലന്മാരുടെ തിരുനാൾ ദിവസം, തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. സഭയെ കർത്താവ് ഈ അപ്പസ്തോല ഗണത്തിൻ്റെ മേലാണല്ലോ പണിതുയർത്തിയത്. അതുകൊണ്ട് തന്നെ കൈത്താക്കാലത്തിൻ്റെ, വിളവെടുപ്പ് കാലത്തിൻ്റെ ആരംഭത്തിൽ അപ്പസ്തോല ഗണത്തെ ധ്യാനിച്ച് അവരുടെ ദുഃഖറാന ആഘോഷിച്ച് നമ്മൾ തുടങ്ങുന്നത് എന്തുകൊണ്ടും അർത്ഥവത്താണ്. ഇന്ന് ഈ 4 വായനകളിലൂടെ യാത്ര ചെയ്യുമ്പോഴും സഭയെക്കുറിച്ച് നമ്മളേറെ ചിന്തിക്കും. ചിന്തോദീപകമായ 4 വായനകളാണ്. ഇന്നത്തെ ഈ വ്യാഖ്യാനത്തിൽ ബ്ലസ് 364 ഈ സൺഡേ എപ്പിസോഡിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് കയറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഏക ചിന്ത എന്നറിയാമോ? ഐക്യമുണ്ടാകണം. ഐക്യമുണ്ടാകണം, സഭയിൽ ഐക്യമുണ്ടാകണം. ഭിന്നിപ്പ് സഭയെ തകർക്കും. ഐക്യത്തിൻ്റെ ആവശ്യകതയെ, പ്രത്യേകിച്ച് ഈ വിളവെടുപ്പ് കാലത്ത്, കൈത്താക്കാലം, വേനൽ, വിളവെടുപ്പ് എന്നൊക്കെ അർത്ഥമുണ്ട്. വിളവെടുപ്പിൻ്റെ 1-ാം ഞായറാഴ്ച സഭ ഈ കാലത്ത് നൽകേണ്ട ഏറ്റവും നല്ല ഫലം ഐക്യത്തിൻ്റെ, കൂട്ടായ്മയുടെ ഫലമാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, ഈശോ പറയുന്നത് അതുതന്നെയാണ്. വിരുന്നിന് നിന്നെ ക്ഷണിക്കുമ്പോൾ നീ ഏറ്റവും മുമ്പിൽ പോയിരിക്കരുത്. നീ കസേര ഒഴിച്ചിട്ടിട്ട് പുറകോട്ടിരിക്കണം. നമ്മൾ ഇന്ന് പള്ളിയിലെ അച്ഛന്മാർ മുമ്പോട്ട് കയറിയിരിക്കുന്നൊക്കെ പറയുമെങ്കിലും ഈശോ ഇവിടെ അത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? എല്ലാവർക്കും ഇടം കൊടുക്കണമെന്ന്. നിന്റെ വിരുന്നിൽ, നിന്റെ ആഘോഷങ്ങളിൽ, നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ ആരാധനയിൽ എല്ലാവർക്കും ഇടമുണ്ട്. യഥാർത്ഥത്തിൽ ഐക്യമെന്ന് പറയുന്നത് കുറച്ചുകൂടെ ലളിതമായിട്ട് മനസ്സിലാക്കിയാൽ അതാണ് കേട്ടോ. മനസ്സിലും ചുറ്റുപാടുമൊക്കെ എല്ലാവർക്കും ഇടം കൊടുക്കുന്ന ഒരു ശൈലിയുടെ പേരാണ് ഐക്യം. ഈശോ അതാ പറയുന്നത്, പുറകോട്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഇരിക്കാൻ ഇടം കിട്ടുമല്ലോ. അവരും they also will feel that they are valued, വിലമതിക്കപ്പെട്ടു എന്ന ചിന്ത വരുമല്ലോ. നമുക്കിനി 4 വായനകളിലൂടെ നമ്മുടെ പതിവ് ശൈലിയിൽ ആ ത്രെഡ് കണ്ടെത്തി പോകാം. ഇന്നത്തെ 4 വായനകളും ഫീഡ് മൈ ഷീപ്പിൻ്റെ എല്ലാ സഹയാത്രികരും വായിച്ചൊരുങ്ങണം. പ്രത്യേകിച്ച് ആരാധനാ വത്സരത്തിൻ്റെ പുതിയൊരു കാലത്തിലേക്ക്, കൈത്താക്കാലത്തിലേക്ക് പ്രവേശിക്കുന്നു. തിരുസഭയെ, അപ്പസ്തോല ഗണത്തെ ഒക്കെ നമ്മൾ ധ്യാനിക്കുന്നു. വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ആ ദിവസത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി സാധിക്കുന്നത് പോലെ വ്യക്തിപരമായിട്ട് വചനം വായിച്ചൊരുങ്ങണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. 1-ാം വായന, അപ്പോൾ മനസ്സിൽ കിടക്കേണ്ടത് ഐക്യം എന്ന വാക്കാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ത്രെഡ് കേട്ടോ. ഐക്യം, ഭിന്നിപ്പ് കർത്താവിനെതിരാണ്. ഐക്യം ദൈവ തിരുമനസ്സാണ്. അതിൻ്റെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. എവിടെയൊക്കെ നമ്മൾ ഐക്യത്തിലായിരിക്കുന്നോ, എവിടെയൊക്കെ നമ്മൾ കൂട്ടായ്മയിലായിരിക്കുന്നോ, അവിടെ ദൈവകൃപ പ്രവർത്തിക്കുമെന്ന്, അവിടെ ദൈവശക്തി വെളിപ്പെടും. അതിൻ്റെ നല്ല ഉദാഹരണങ്ങൾ ഇന്നത്തെ വായനയിലൂടെ നമുക്ക് കാണാം. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ, അവർ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ അവിടെ ദൈവശക്തി വെളിപ്പെടും. ഒരു ഇടവകയിൽ വികാരിയച്ഛനും ദൈവജനം കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ ദൈവശക്തി വെളിപ്പെടും. സഭയിൽ രൂപതാഭേദങ്ങൾക്കപ്പുറത്ത്, താല്പര്യങ്ങൾക്ക്, വ്യക്തിപരമായ ചിന്താഗതികൾക്കപ്പുറത്ത് സഭ ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ ദൈവശക്തി വെളിപ്പെടും. നമുക്ക് 1-ാം വായന, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 30 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഏലിയായുടെ ബലിയർപ്പണമാണ്. ഏലിയായുടെ ബലിയർപ്പണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏലിയ ഒരു ബലിപീഠം ഒരുക്കി. ആ ബലിപീഠം 12 കല്ലുകൾ കൊണ്ടാണ് ഒരുക്കിയത്. എന്നിട്ട് പറയുന്നു, ആ 12 കല്ല് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ബലിയർപ്പണത്തിൽ എല്ലാവർക്കും ഇടമുണ്ട്. എൻ്റെ ബലിയർപ്പണത്തിൽ എല്ലാവർക്കും ഇടമുണ്ട്. മനസ്സിൽ
എല്ലാവർക്കും ഇടമില്ലാതെ അർപ്പിക്കുന്നൊരു കുർബാനയുടെ മേൽ കർത്താവിൻ്റെ അഗ്നി ഇറങ്ങുമെന്ന് വിചാരിക്കരുതെന്ന്. ഇവിടെ ഏലിയ 12 കല്ല് അടുക്കി വെച്ച് അസാധ്യതകളുടെ നടുക്ക്, എന്താ അസാധ്യത? ഈ 12 കല്ല് അടുക്കി വെച്ച് ബലിപീഠം ഒരുക്കിയിട്ട് ചുറ്റും ചാല് കീറി 4 കുടം വെച്ച് 3 ആവർത്തി വെള്ളമൊഴിച്ചു. അതായത് വീണ്ടും 12 കുടം വെള്ളം. ഒരു വശത്ത് ഐക്യത്തിൻ്റെ 12, ഇപ്പുറത്ത് വെള്ളമൊഴിക്കുക എന്ന് വെച്ചാൽ അതിലേക്ക് ഇനി തീ കത്തുക അസാധ്യമാണ്. പക്ഷേ ഒരുമിച്ച് ഒരു ബലിപീഠം ഒരുക്കിയപ്പോൾ, 12 കല്ലിൻ്റെ ഒരു ബലിപീഠം ഒരുമിച്ചൊരുക്കിയപ്പോൾ അസാധ്യതകൾ മുമ്പിൽ നിന്ന് മാറുകയും ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി കാഴ്ചവസ്തുക്കൾ സ്വർഗം സ്വീകരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബലിയർപ്പണം സ്വീകാര്യമാകുന്നു. നമുക്കും പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളർപ്പിക്കുന്ന ബലിയിൽ നിന്ന് ഒരാളും മാറി നിൽക്കരുത്. ഞങ്ങളർപ്പിക്കുന്ന ബലിയിൽ ഞങ്ങളുടെ മനസ്സിൽ ഒരാൾക്കും ഇടമുണ്ടാകാതെ ഉള്ളൊരു സാഹചര്യം, ഇടമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. 2-ാം വായനയിലേക്ക് വരാം. 2-ാം വായന നമ്മൾ കാണുന്നത് സ്ലീഹന്മാരുടെ നടപടി പുസ്തകമാണ്, അപ്പസ്തോല പ്രവർത്തനമാണ്. അവിടെ അപ്പസ്തോലന്മാരിലൂടെ സംഭവിക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും ചിലതൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. കാരണം ഈ പത്രോസ് നടക്കുന്ന വഴിക്ക് രോഗികളെ കൊണ്ട് കിടത്തിയിരിക്കുക. എന്താ കാര്യം? പത്രോസിൻ്റെ നിഴലെങ്കിലും വീണാൽ മതി, അവർ സുഖപ്പെടുമെന്ന് ആ ജനം വിശ്വസിച്ചു. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, എങ്ങനെയാണ് ശിഷ്യന്മാരിലൂടെ ഇത്രയും അത്ഭുതങ്ങൾ ആ കാലത്ത് പ്രവർത്തിച്ചത്? അതിൻ്റെ കാരണം വീണ്ടും ഇതേ വാക്യം. ത്രെഡ് എന്താണ് നമ്മുടേത്? ഐക്യം. ശ്രദ്ധിച്ചേ, 12-ാമത്തെ വാക്യം ഇങ്ങനെയാണത്: അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായം 12-ാം വാക്യം. അവർ ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. അപ്പസ്തോല ഗണം ഏക മനസ്സോടെ കൂട്ടായ്മയിലായിരുന്നപ്പോൾ ആ കൂട്ടായ്മയിൽ ദൈവശക്തി വെളിപ്പെട്ടു. അവരുടെ എടുപ്പിലും നടപ്പിലും പ്രവർത്തനങ്ങളിലും ദൈവകൃപ മറ്റുള്ളവരിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടേയിരുന്നു. സഭ എവിടെയൊക്കെ ഐക്യത്തിലായിരിക്കുന്നോ അവിടെയൊക്കെ ദൈവശക്തി വെളിപ്പെടുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ കാലത്തും സംഭവിക്കുകയും ചെയ്യും. ഇനി ലേഖനത്തിലേക്ക് നമ്മുടെ ആ ത്രെഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ലേഖനം കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഐക്യം ദൈവതിരഹിതമാണ്, ഭിന്നിപ്പ് കർത്താവിൻ്റെ മനസ്സിനെതിരാണ്. 1 കൊറിന്തോസ് 1-ാം അധ്യായം 10-ാം വാക്യം തൊട്ട് വായിച്ചു ഈ കൃത്യം കാര്യം നമുക്ക് മനസ്സിലാകും. സഹോദരരെ, നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലെയോയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരുന്നു. ഞാൻ പൗലോസിൻ്റേതാണ്, ഞാൻ അപ്പോളോസിൻ്റേതാണ്, ഞാൻ കേപ്പായുടേതാണ്, ഞാൻ മിശിഹായുടേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇന്നും അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ പക്ഷം തിരിയുകയല്ലേ നമ്മൾ, വിഭാഗീയത വളരുകയല്ലേ, സെക്റ്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, ഓരോ ഗ്രൂപ്പിസം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഐക്യത്തിനെതിരായുള്ള പ്രവർത്തനങ്ങൾ ഏറുമ്പോൾ തിരിച്ചറിയണേ, ആദിമ സഭയുടെ നേരെ, കൊറിന്തോസിലെ സഭയ്ക്ക് നേരെ പൗലോസ്ലീഹ പറഞ്ഞ വാക്കുകൾ ഓർക്കണേ. എൻ്റെ സഹോദരരെ, നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏകമനസ്സോടും ഏകാഭിപ്രായത്തോടും കൂടെ വർത്തിക്കണം. സഭയുടെ നിയോഗം അതാണ്. ഒരുമിച്ചായിരിക്കണം സഭ കൂട്ടായ്മയാണ്. സഭ ഒരു സംവിധാനമോ ഒരു സംഘടനയോ അല്ലല്ലോ സംഘം തിരിഞ്ഞാക്രമിക്കാൻ. ഇത് കൂട്ടായ്മയല്ലേ. ഇനി നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണുന്നു ഈശോ പറയുന്നത് എല്ലാവർക്കും ഇടം കൊടുക്ക്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ 4 വായനകൾ വളരെ ഭംഗിയോടെ കോർത്തിണക്കപ്പെട്ടതാണ്. നമുക്കിത് ധ്യാന വിഷയമാണ്. നമുക്കിത് നമ്മളായിരിക്കുന്ന മേഖലകളിൽ, നമ്മളായിരിക്കുന്ന അത് കുടുംബമാകാം, തൊഴിലിടങ്ങളാകാം, നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനകളാകാം, നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളാകാം, ഐക്യത്തെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പുണ്യമായി കണ്ട് കർത്താവ് നമ്മളിൽ നിന്ന് ഈ കൂട്ടായ്മ എന്താ? എല്ലാവർക്കും ഇടം കൊടുക്കുന്ന ഒരു മനസ്സ്. ഏറ്റവും ലളിതമായിട്ട് അതിനെ അങ്ങനെ മനസ്സിലാക്കി വെച്ചു. എല്ലാവർക്കും ഇവിടെ ഇടമുണ്ട്. ഞാൻ പറയുന്നതിന് എതിരായ കാര്യം പറയുന്നവൻ, എന്നോട് യോജിക്കാത്തവൻ, എനിക്കെതിരെ സംസാരിക്കുന്നവൻ, ഞങ്ങൾ മുറുക്ക പിടിക്കുന്ന ആശയങ്ങളെ എതിർക്കുന്നവൻ, എല്ലാവർക്കും ഇവിടെ ഇടമുണ്ടെന്നേ. കർത്താവ് അവരെ ജീവിക്കാൻ അനുവദിക്കുന്നെങ്കിൽ,
പിന്നെ നമ്മൾ ആരാണ് അവരെ വിധിക്കാൻ? കർത്താവ് കരുണ കാണിക്കുന്നവരോട് കരുണ നിഷേധിക്കാൻ നമുക്കെന്ത് അർഹതയുണ്ട്? കൂട്ടായ്മയിലായിരിക്കട്ടെ. നമ്മൾ 1-ാം വായനയിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കണ്ടതുപോലെ നമുക്കും ഒരു കുർബാന അർപ്പിക്കണ്ടേ? ഒരു കല്ല് പോലും മാറിക്കടക്കാതെ, ഒരു കല്ല് പോലും ചിന്നിച്ചിതറി പോകാതെ 12 കല്ലുകൾ ചേർത്ത് വെച്ച് ഒരു പരിശുദ്ധ കുർബാന നമുക്കും അർപ്പിക്കണ്ടേ? അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഞങ്ങളുടെ കാലത്ത് തിരുസഭയിൽ നീ ഐക്യം പുനഃസ്ഥാപിക്കണേ. നിന്നെ വിശ്വസിക്കുന്നവരുടെ സമൂഹം ഏകമനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഒന്നു ചേർന്ന് നിന്നെ ആരാധിക്കുന്നൊരു കാലം സംജാതമാകട്ടെ. ഞങ്ങളുടെ ഐക്യത്തിൽ നിന്റെ വെളിപ്പെടുത്തൽ സംഭവിക്കട്ടെ. സഭ കൂട്ടായ്മയിലായിരിക്കുന്നിടത്ത് ദൈവശക്തി വെളിപ്പെടുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ കാലത്ത് ആ ദൈവശക്തി കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.